പുറകിൽ നിന്നൊരു ചേട്ടനെ കമന്റ് ചെയ്തിട്ട് ഞാൻ ചിരിച്ചുപോയി. എന്തായിരുന്നു കമന്റ് അറിയൂ? നിങ്ങൾ ഈ ലീഗിനെ മാത്രമാണല്ലോ ഇങ്ങനെ നോക്കുന്നത്, നിങ്ങൾ എവിടെ പോയാലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനല്ല, അവിടെ ഒരു വാർത്ത ഉണ്ടായി, അതുകൊണ്ടാണ് കേട്ടോ. ആ ചേട്ടൻ കൂടെ പോയി. അപ്പോൾ ഇനി നമുക്ക് പ്രതികരണങ്ങളിലേക്ക് വളരെ വേഗം എത്തിയാൽ ഒറ്റ ചോദ്യം, നമ്മുടെ ലീഗിന് മൂന്നാമത്തെ ലോക്സഭാ സീറ്റ് കിട്ടാതെ പോയതിൽ വിഷമമുണ്ടോ? ലീഗിന് ലോക്സഭാ സീറ്റ് കിട്ടാത്തതിൽ സാധാരണ പ്രവർത്തകർ വിഷമമുണ്ട്, സ്വാഭാവികമാണ്. അർഹതപ്പെട്ടതാണ്. പക്ഷെ എങ്കിലും കൂടിയിട്ട് ലീഗിന് ഇപ്പോൾ ഒരു രാജ്യസഭാ സീറ്റ് ഇപ്പോൾ അടുത്ത് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് പിന്നെ സി പി ഐക്ക് 4 സീറ്റ് ഉണ്ടായിട്ട് എന്താ ഒരെണ്ണം പാർലമെന്റിൽ എത്തണ്ടേ? ലീഗിന് 2 കിട്ടിയാൽ ആ 2 പാർലമെന്റിൽ ഉണ്ടാവും. അതോ യാതൊരു സംശയമില്ലല്ലോ. ഇവിടെ CPM ഇവിടെ 15 മത്സരിക്കുന്നുണ്ട്. പക്ഷെ പാർലമെന്റിൽ എത്ര എത്തും? അവിടെ കാര്യം. ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ ഒരു ഉഭയകക്ഷി ചർച്ച പ്രകാരം ഒരു മുന്നണി സംവിധാനത്തിൽ അതൊക്കെ പറഞ്ഞോട്ടെ. അത് കുറെ കാലം മുമ്പ് പറയൽ തുടങ്ങിയുണ്ട്. അത് പലപ്പോഴും പറയണ്ടേ. അത് നേരെ തിരിച്ചും പറയലുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ എന്താണ്? ലീഗിനെ UDF നയിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. തിരിച്ചു പറഞ്ഞു അവസരത്തിനനുസരിച്ച് അങ്ങോട്ട് മാറ്റി പറയുന്നത് CPM ഒരു സ്വഭാവമാണ്. 3 സീറ്റ് വേണം. അതിങ്ങനെ നടക്കും. ഇവിടുത്തെ മണ്ഡലത്തിലേക്ക് ഇ.ടി. മുഹമ്മദ് ബഷീർ വരാൻ പോകുന്നു. സ്വന്തം മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പം വോട്ട് രേഖപ്പെടുത്തുന്നതിൽ സന്തോഷമുണ്ടെന്നാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ പറയുന്നത്. അല്ല, ഇവിടുത്തെ ഭൂരിപക്ഷം ലീഗുകാരോട് കോൺഗ്രസ്സുകാരോട് ഇടതുപക്ഷക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിലവിലുള്ള MP ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. അവരെ പോലെ ഇപ്പോഴും പിന്നെ കുഞ്ഞാലിക്കുട്ടിയാണെന്നുള്ള, കാരണം ഈ സമദാനിയാണെന്നുള്ളത് ഇവിടെ ആർക്കും അറിയില്ല. ഈ മണ്ഡലത്തിൽ പൊതുവായിട്ട് ഒരു പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല. ഒരു പൊതുപരിപാടിയിലോ പാർട്ടിന്റെ പരിപാടികളിലോ ഈ സമദാനി MP ഇതുവരെ ആയിട്ട് ആരെയും കണ്ടിട്ടില്ല. ഇപ്പൊ വെച്ചാൽ സംഭവിച്ചത് മുന്നിലെ ടയർ ബാക്കിലേക്കും ബാക്കിലെ ടയർ മുന്നിലേക്കും ഇട്ട് മാറ്റിയേക്കാം. ബാക്കിലെ ടയർ മുന്നിലേക്ക് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. മലപ്പുറത്തെ മലപ്പുറത്തേക്ക് ഇട്ട ഒരു സാഹചര്യം എപ്പോഴുണ്ട്. CPM ചരിത്രത്തിലാദ്യമായിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നം വിറ്റത് പൊന്നാനിയില്. അതൊരു പാർട്ടി മെമ്പർക്കല്ല വിറ്റത്, ഒരു പാർട്ടിയിലെ ഒരു സാധാ പ്രവർത്തകന് പോലുമല്ല. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയില് അച്ചടക്കത്തിന് വിധേയനായി പാർട്ടി പുറത്താക്കിയ ഒരാളെ ഒരു സുപ്രഭാതത്തിൽ അരിവാൾ ചുറ്റികയാണ്. ആ നക്ഷത്രമാണ് വിറ്റത്. അമദാനിയെയും അംബാനിയെ പോലും അതവര് പറഞ്ഞതറിയോ? ഉണ്ണി സങ്കടം ഉണ്ട് കേട്ടോ എന്നാണ് പറഞ്ഞത്. ഏത് സഖാക്കുണ്ടാവും? ഒരു സഖാവാണെങ്കിൽ ചുരുങ്ങിയത് മിനിമം ഒരു സാധാ പ്രവർത്തകനായിട്ട് 3 വർഷം പ്രവർത്തിച്ചെങ്കിലേ അവന് പാർട്ടി മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. അതായത് ആ പാർട്ടി ചിഹ്നം വിറ്റതിന്റെ പ്രതികാരം അവിടുത്തെ യുവാക്കള് പൊന്നാനിയിൽ തീർത്തിരിക്കും. യാതൊരു സംശയം. അബ്ദുൾ സമദ് സമദാനിയുടെ ഭൂരിപക്ഷം കൂടും. കാരണം ഒരു ജാഫർ പറഞ്ഞൊരു കാര്യമുണ്ട്. മുമ്പിലത്തെ വീലെടുത്ത് പുറവിലിട്ടു, പുറവിലത്തെ വീലെടുത്ത് മുമ്പിലിട്ടു. അത് ലോകസഭയെ പറഞ്ഞയച്ചിട്ട് പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഇവർക്ക് ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പ്രധാനപ്പെട്ട ചർച്ചയിൽ നിന്ന് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി സംസാരിച്ച 75-80 വയസ്സായവരെ പാർലമെന്റിൽ വിട്ടിട്ട് എന്ത് കാര്യമാണുള്ളത്? ലോകസഭയിൽ CPM-ന്റെ ഒരു യുവാവ് മത്സരിക്കുന്ന വയസ്സായവരെ പാർലമെന്റിൽ വിട്ടിട്ട് ഈ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പറ്റി സംസാരിക്കാനോ ഇവർക്ക് കഴിയില്ല. നിങ്ങൾ സംസാരിച്ചത് കാണണമെങ്കിൽ ആ കൈരളി എന്നുള്ള ചാനലൊന്നും മാറ്റിയാൽ മതി. നമുക്കെല്ലാം കാണാം. ഉറപ്പുള്ള ഏത് സീറ്റിലെ CPM-ന്റെ പ്രസംഗിച്ചതുപോലെ ഒരു പ്രസംഗം പാർലമെന്റിൽ ഇവർക്ക് നടത്താൻ കഴിയുമോ? 20 സീറ്റിലും ജയിച്ചെങ്കിൽ ജനാധിപത്യം ഞങ്ങൾ ഭൂരിപക്ഷം എണ്ണുള്ളൂ. എപ്പോഴും പ്രഖ്യാപിച്ചത് മുതൽ ഞങ്ങൾ വിജയം ആഘോഷിക്കണം. വൈകുന്നേരം 6:30 ഇന്ന് കൊണ്ടോട്ടിയിൽ വെച്ചാണ് ചർച്ച. കുരുക്ഷേത്രം. നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവണം, എല്ലാവരും ഉണ്ടാവണം. വൈകുന്നേരം 6:30 സംസാരിച്ചാൽ മതി. MP ആരാണ് അവർ അറിഞ്ഞു. ഈ നിമിഷം വരെ MP
കാലിക്കറ്റ് എയർപോർട്ടിന്റെ അഡ്വൈസറി ചെയർമാനാണ് സമദാനി. ആ സമദാനിയാണ് ഇവരുടെ MP. സമദാനി കൊണ്ടോട്ടിയിലെ രാഷ്ട്രീയ ചൂട് മനസ്സിലായല്ലോ. കൊണ്ടോട്ടിയിൽ ജാഫർ, എന്താ നമ്മുടെ പേര്, ആസിഫ് ആസിഫാലെങ്കിലും ജാഫറും നല്ല വാദം രണ്ടുപേർക്ക് വേണ്ടിയിട്ട് ഉന്നയിച്ചു. പക്ഷേ നോക്കൂ, തോളിൽ കൈയിട്ട് നിൽക്കുന്ന രാഷ്ട്രീയം, അതാണ് കൊണ്ടോട്ടി. അപ്പോൾ നമ്മൾ മറ്റു സ്ഥലത്തേക്ക് പോകാം. വൈകുന്നേരം 6:30 പറയാം. 6:30 വൈകുന്നേരം 6:30. അയ്യോ, ശരി, ഓക്കെ. അപ്പോ നോക്കൂ.